ചുമ്മാ ജനിച്ച് പഠിച്ച് കുറേ കാശുണ്ടാക്കി ഒരു ദിവസം മരിക്കും. അങ്ങനെ മരിച്ചാൽ മതിയോ? കാണാനും കേൾക്കാനും ഒക്കെ ഒരുപാടല്ലേ ഇവിടെ. അതൊക്കെ കണ്ടിട്ട് കുറേ മെമ്മറീസൊക്കെ ആയിട്ട് ജീവിക്കുന്നതല്ല നല്ലത്. അപ്പോൾ നമുക്കൊരു അടിപൊളി സൺറൈസ് കണ്ടിട്ട് വന്നാലോ? ഇത്തിരി ദൂരത്തൊന്നുമല്ല, ഇവിടെ നിന്ന് മൂന്നാറിൽ നിന്ന് സൂര്യനെല്ലി, അവിടെ കൊളുക്കുമലയിലാണ് നമ്മൾ സൺറൈസ് കാണാൻ പോകുന്നത്. ജീവിതത്തിൽ ഈ ടെൻഷനും ബിസിയും കുറേ മനുഷ്യരടക്കുന്നൊക്കെ 2 ദിവസം ലീവ് എടുത്തിട്ട് ഓടിപ്പോയിട്ട് വരാൻ പറ്റുന്നൊരു സ്ഥലമാണ് കൊളുക്കുമലയിലെ സൂര്യനെല്ലിയിലെ സൺറൈസ് കാണാം. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ചെങ്ങന്നൂരിൽ രാവിലെ ഒരു 7-7:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് മൂന്നാറിൽ നിൽക്കുള്ള ബസ് പിടിക്കുക. ഏകദേശം ഒരു 12-12:30 ആകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലും. പിന്നെ ഇത്രയും ദൂരത്തുള്ള ബസ് യാത്ര ആയതുകൊണ്ടും കുറേ നേരം എടുക്കുന്നതുകൊണ്ടും ബസ് ടിക്കറ്റ് ഒന്ന് പ്രീ ബുക്ക് ചെയ്യാൻ മറക്കണ്ട, അല്ലെങ്കിൽ കുറച്ച് പണി കിട്ടാൻ സാധ്യതയുണ്ട്, നിൽക്കേണ്ടി വരും. സോ നമ്മൾ പോകുന്നത് കോട്ടയത്ത്, പിന്നെ കോതമംഗലം ആണ് പോകുന്നത്. ഇടയ്ക്ക് നമുക്ക് റിഫ്രഷ് ആവാൻ കോതമംഗലത്ത് നിന്ന് വണ്ടി നിർത്തിയായിരുന്നു. നമ്മളവിടുന്ന് ചായയൊക്കെ കുടിച്ച് മുഖമൊക്കെ കഴുകുന്ന ഫ്രഷ് ആയിട്ടാണ് പോയത്. ഏകദേശം ഒരു 12:30 ആയപ്പോഴത്തേക്ക് മൂന്നാറെത്തി. അവിടുന്ന് പിന്നെ സൂര്യനെല്ലി പോകണം. പിന്നെ അവിടെ നിന്നാണ് ക്യാമ്പ് സൈറ്റിലോട്ട് പോകുന്നത്. സൂര്യനെല്ലിയിലോട്ട് പോകുന്നത് ഷെയർ ജീപ്പ് എടുത്തിട്ടാണ്. ഷെയർ ജീപ്പ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് ലോക്കലായിട്ടുള്ള ആൾക്കാർ അവർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് ഷെയർ ജീപ്പ്. സോ ആൾക്ക് 100 അല്ലെങ്കിൽ മാക്സിമം ഒരു 150 രൂപ വരുന്നുള്ളൂ. സോ ആ ഷെയർ ജീപ്പ് എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കുറേ ആൾക്കാരെ കാണാൻ പറ്റും, അവരോട് സംസാരിക്കാൻ പറ്റും. പിന്നെ കുറേ പോകുന്ന വഴിയിലെ കുറേ കാഴ്ചകൾ, അതൊക്കെ ഭയങ്കര രസമാണ്. കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന തേയിലപ്പാടങ്ങൾ, കുറേ കാട്, മല, കുന്ന്, അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഞാനീ പറയുന്നതിനപ്പുറമാണ് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നത്. കുറേ നേരത്തെ ബസ് യാത്രയും ജീപ്പ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ക്യാമ്പ് സൈറ്റിലെത്തി. മൂന്നാറിലും സൂര്യനെല്ലിയിലുമായിട്ട് ഒരുപാട് ലക്ഷറീസ് ഹോട്ടൽസും സ്റ്റേയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കുറച്ച് അഫോർഡബിളായിട്ടും ബെനിഫിഷ്യലായിട്ടും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ക്യാമ്പ് സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മുടെ ഒരു ബഡ്ജറ്റിൽ 2 ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റുന്ന അതായിരിക്കും ഇങ്ങനത്തെ ക്യാമ്പ് സെലക്ട് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്. ആൾക്ക് ഏകദേശം ഒരു 1500 മുതൽ 2000 രൂപ വരെയാണ് അവർ ചാർജ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ഓൾ ഫെസിലിറ്റീസ് സച്ച് എസ് നമുക്ക് സ്റ്റേ, 2 നേരത്തുള്ള ഫുഡ്, ഇൻ ബിറ്റ്വീനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. നമ്മൾ സെലക്ട് ചെയ്ത ക്യാമ്പ് നല്ലൊരു ക്യാമ്പായിരുന്നു. ബിക്കോസ് ഈ തിരക്കും പൊടിയും വണ്ടിയുടെ ഒച്ചയും പൊല്യൂഷനും എന്നൊക്കെ മാറി ഒരു ദിവസം കാട്ടിൻ്റെ ഉള്ളിൽ നല്ല വായു ശ്വസിച്ച് ഒരു ദിവസം താമസിക്കുക, അതിപ്പം കിട്ടാൻ ഭയങ്കര പാടാണ്. സോ ഇങ്ങനത്തുള്ള ക്യാമ്പിൽ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് പ്രകൃതി ഒത്തിരി അടുത്തറിയാൻ പറ്റും. നമ്മൾ കേൾക്കാത്ത കുറേ ശബ്ദങ്ങൾ, കാണാത്ത കുറേ പക്ഷികൾ, മൃഗങ്ങളൊക്കെ നമുക്ക് കാണാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ടത് അവർ പ്രൊവൈഡ് ചെയ്ത ഫെസിലിറ്റീസിനെ പറ്റിയിട്ടാണ്. ഒബ്വിയസ്ലി ക്യാമ്പ് സ്റ്റേ ആയതുകൊണ്ട് ടെൻ്റ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ടെൻ്റാണ്, ഹൈജീനിക്കാണ്, വാഷ്റൂം എല്ലാം. ഈവൻ ലേഡീസിനും കൂടി, ഇപ്പോൾ ലേഡീസുള്ള ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ ക്യാമ്പുകളായിരിക്കും കുറച്ചുകൂടെ ബെനിഫിഷ്യലായിട്ട് തോന്നുക. അവരുടെ പാക്കേജിൽ പറഞ്ഞതുപോലെ ഈവനിങ്ങിൽ ഒരു സൺസെറ്റ് ട്രക്കിംഗ് ഉണ്ടായിരുന്നു. ഫാൻറ്റം ഹില്ലാണ് നമ്മൾ ട്രക്ക് ചെയ്യാൻ പോയത്. പോകുന്ന വഴി ഭയങ്കര രസമാണ്. നമ്മൾ മലയുടെ മുകളിലോട്ടാണ് കയറുന്നത്. അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള ട്രക്കിംഗ് തന്നെയാണ്. കുറച്ച് ഹീപ്പായിട്ടുള്ള മൗണ്ടൻസാണ് നമ്മൾ ട്രക്ക് ചെയ്യുന്നത്.
അപ്പം പോകുന്ന വഴിക്ക് കുറേ മരത്തിലും വള്ളിയിലും ഒക്കെ പിടിച്ചിട്ടാണ് കയറുന്നത്. അൺഫോർച്ചുനേറ്റ്ലി പറയട്ടെ, ക്ലൈമറ്റ് ഒട്ടും സപ്പോർട്ടീവ് അല്ലായിരുന്നു നമ്മൾ പോയ സമയത്ത്. നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റാണ് അവിടെ ഉള്ളത്, പക്ഷെ അന്ന് പോയ സമയത്ത് മഞ്ഞ് കാരണം നമുക്കത് ശരിക്കും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അത് കുറച്ച് മിസ്സായി. അത് എപ്പോഴെങ്കിലും പിന്നീട് ഒരു ദിവസം പോയി കാണേണ്ടതാണ്. പിറ്റേ ദിവസം രാവിലെ ഏകദേശം 4 മണിയോടെയാണ് നമ്മൾ സൺറൈസ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോയാലും ക്യാമറ ഉള്ളവർ നമ്മളെ വന്ന് വിളിക്കും, ജീപ്പ് വന്നു, റെഡിയായി, വേഗം വായോ, റെഡിയായിട്ട് വായോ എന്നുള്ളത്. അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഓഫ് റോഡ് ജീപ്പ് ട്രക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ സൺറൈസ് കാണാൻ പോവാണ്. ഏകദേശം ഒരു 1/4 മണിക്കൂർ എടുത്തു നമ്മൾ ജീപ്പിൽ മുകളിലെത്തിപ്പെടാനേ. അവിടുന്ന് ജീപ്പ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട് സൺറൈസ് പോയിൻ്റിലോട്ട്. കൊളുക്കുമലയിൽ തന്നെ ഒരുപാട് സൺറൈസ് പോയിൻ്റ് ഉണ്ട്. നമ്മളിന്ന് ചൂസ് ചെയ്തത് പാന്തർ റോക്കിൽ നിന്നുള്ള സൺറൈസാണ്. അത്യാവശ്യം ഫേമസുമാണ് ആ സ്പോട്ട്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, എന്നാൽ കൂടി അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് അവിടെ. സൺ ഇവൻ പ്രോപ്പറായിട്ട് വന്നിട്ടുമില്ല. കുറച്ച് നാരോ ആയിട്ടുള്ള വഴിയാണ്, 2 സൈഡിലും കൊക്കയാണ്. അങ്ങ് ദൂരത്ത് കുറേ മലകളും മരങ്ങളും ഒക്കെ കാണാം. സോ സൺറൈസ് പാന്തർ റോക്കിലോട്ടുള്ള വഴിയാണിത്. ഓരോ ദിവസവും സൺറൈസിൻ്റെ ടൈമിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഏകദേശം 6-6:30 ഇൻ ബിറ്റ്വീൻ ആയിരിക്കും മോസ്റ്റ്ലി സൺറൈസ് ഉണ്ടാവുക. അത് ദൂരെ കാണുന്നതാണ് നമ്മൾ കാണാൻ വന്ന വിസ്മയം. ഒരു ചെറിയ റെഡ് ബോൾ ആകാശത്ത് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്ന പോലെ തോന്നില്ലേ? കുറച്ചായിട്ട് അത് പൊന്തി വരും. ഈ ഗൂസ് ബംസ് ഒക്കെ നമുക്ക് ഉണ്ടാവാറില്ല. ആ ഒരു എഫക്റ്റാണ് നമുക്കത് കാണുമ്പോൾ ഉണ്ടാവുന്നത്. ആ ഒരു മൊമെൻറ്റിൽ നമ്മളെല്ലാം മറന്നു പോകും. ബിക്കോസ് ദാറ്റ് ഈസ് എ മാജിക്കൽ എക്സ്പീരിയൻസ്. പണ്ട് ഏതോ ഒരു സിനിമയിൽ ആരോ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു സൺറൈസ് കണ്ടാൽ മതി നമ്മുടെ ജീവിതത്തിലെ കുറേ വിഷമങ്ങളൊക്കെ മറക്കാൻ. സത്യമാട്ടോ, നമ്മളെ തന്നെ കുറച്ച് നേരം മറന്നു പോകും. നമ്മളും പ്രകൃതിയും മാത്രം നിമിഷം ഉണ്ടാവുമല്ലോ, അത് തന്നെയാണ് ഇതൊക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ പോയി ക്ലൗഡ് ബെഡ് കാണാൻ പറ്റുക എന്നുള്ളത്. സോ നമ്മൾ നിൽക്കുന്നതിലും താഴെ മേഘങ്ങൾ വന്നിങ്ങനെ കിടക്കുകയാണ്. എന്ത് രസമല്ലേ അത് കാണാൻ. പിന്നെ പാന്തർ റോക്ക്, പാന്തറിൻ്റെ മുഖശായുള്ളൊരു പാറയാണത്. അതാണ് ഫേമസ്. അവിടെ വന്ന് ഫോട്ടോ എടുക്കുകയാണ് മാക്സിമം കൊളുക്കുമല വരുന്ന എല്ലാവരുടെയും ഉദ്ദേശം. സോ ആ പാറയുടെ അപ്പുറത്ത് സൂര്യൻ നിൽക്കുന്നതും നമ്മളതിനിടയ്ക്ക് വരുന്ന ഫ്രെയിമും അത് ഭയങ്കര രസമാണ്.
നമുക്കൊരു കുട്ടി ഫ്രണ്ടിനും കൂടെ അവിടെ കിട്ടി, ബ്രൂണോ. സൺറൈസ് കാണാൻ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഏകദേശം സൺറൈസൊക്കെ കണ്ട് തിരികെ പോവാണ്. കയറുന്ന അത്ര പാടില്ലായിരുന്നു, ഇറങ്ങുന്നെങ്കിലും അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെയാണ് ഇറങ്ങാൻ. സോ ഇനി ക്യാമ്പിലെത്തി ഫുഡ് കഴിച്ച് നമ്മൾ തിരിച്ചിനി വീട്ടിലേക്ക് പോവാണ്. ഇതായിരുന്നു ചെറിയൊരു കൊളുക്കുമല യാത്ര. ഒരു ദിവസം 2 ദിവസം കൊണ്ടൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ട് വരാൻ പറ്റുന്ന, എന്നാൽ ഒത്തിരി പൈസയൊന്നും ആവാതെ ഫ്രഷായിട്ട് വരാൻ പറ്റും.